ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ചക്കക്കാലാണല്ലോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഇളം മധുരമായിട്ടുള്ളതും കുറച്ച് പുളിപ്പായിട്ടുള്ള ഒരു പച്ച ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നേരെ എരിശ്ശേരി വെച്ചോളൂ. ചക്ക എരിശ്ശേരി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം, അതിലത്തെ ചക്കക്കുരു എടുത്തിട്ട് തൊലി കളഞ്ഞ് അത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഈ ചക്ക അരിയാൻ നിൽക്കാൻ. അപ്പോൾ തന്നെ ആ ചക്ക അരിയാൻ നിൽക്കുകയാണ് കേട്ടോ. ചക്ക ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. കണ്ടോ, ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചക്ക അരിഞ്ഞെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു വെന്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിക്കണം. അങ്ങനെ അതിനുശേഷം കുറച്ച് ജീരകം ചതച്ചെടുക്കണം. എന്നിട്ട് ചീഞ്ചട്ടി വയ്ക്കുക. ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ കുറച്ച് കടുക്, പിന്നെ വറ്റൽമുളക്, ഒന്നോ രണ്ടോ വറ്റൽമുളക്, വേപ്പില ഇതിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ചിരവിയത് അതിൽ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കയുണ്ടല്ലോ അതിലിട്ടിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഉണ്ടല്ലോ അതും കൂടി അതിൽ ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചക്കക്കുരു വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് കണ്ടിട്ട് വേണം നമ്മൾ ഈ ചക്കയിൽ ഉപ്പിടാനായിട്ട്. അങ്ങനെ ഉപ്പൊന്ന് നോക്കുക, എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിൽ ഉപ്പ് കുറവായി കഴിഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ്. കുറവായി കഴിഞ്ഞാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഈ നന്നായിട്ട് കുഴയണതിന് മുന്നേ തന്നെ ഉപ്പൊക്കെ കറക്റ്റ് ആക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചക്ക എരിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ചോറിലേക്ക് കടലക്കറി ഉണ്ട്, ചക്ക എരിശ്ശേരി ഉണ്ട്, അച്ചാറുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ പപ്പടം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോയിൽ കാണാം. ബൈ.